عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد طلحة وأبي عبيدة وابن عوف من عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അഞ്ചതൂതേറെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ല مقاصدنا يا رحمنا واغفر لنا ما لا يا واسع الكرم يا سبحانا يا ربي بالمصطفى بلغ مقاصدنا يا سبحانا واغفر لنا ما لا الكريم يا سبحانا يا ربي بالمصطفى بلغ مقاصدنا يا رحمنا واغفر لنا ما لا يا واسع الكرم يا سبحانا മെഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗലത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വാഗതത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈൻ മർഹബാ مرحبا يا خير ذا مرحبا يا نور عيني مرحبا جد الحسين مرحبا بلا وسبلا مرحبا يا خير ذا തിരുതാഹാരസൂലിനെ പ്രണയിച്ച് ഒരു ചെല്ല കിളിവിങ്ങി വിതുമ്പിപ്പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി തിരുതാഹാര
റസൂലിനെ പ്രണയിച്ച് പ്രണയിച്ച് ഒരു ചെല്ല കിളിരിങ്ങി വിതുമ്പിപ്പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇശുകിന്റെ ബഹിറായ റസൂലുള്ള പിരിഞ്ഞു പോയി വിഷാദത്തിൻ നിശല് മൂളി കരളിൽ പൊട്ടി എന്റെ യഥാ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി എന്റെ യഥാ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി തിരുത്തോഹാരസൂലിനെ പ്രണയിച്ച് പ്രണയിച്ച് ഒരു ചല്ല കിളിരിങ്ങി വിതുമ്പിപ്പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മലർവനിയില താരകളെ ആദരപ്പൂവാനായകരെ ഓർമ്മയിൽ പൊന്നൊളി ചന്ദ്രികയായി പുതുസമാനൊളി ചെയ്തരേ മമ്പുരമിൽ മണ്ണറവായൊരു കായികരാണോരേ കൽകുരുകി പാടും നിന്നെൻ പ്രാർത്ഥന കേൾക്കൂ ശ്രീധരേ അല്ലാഹ് 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 യാ അല്ലാഹ്. ഈ മലർവനിയില താരകളെ ആദരപ്പൂവാനായകരെ ഓർമ്മയിൽ പൊന്നൊളി ചന്ദ്രികയായി കുതുസമാനൊളി ചെയ്തരേ യമനിന്നദർശാൻ ഭുജമേന്തി വന്നോരേ വിതയോദാനുമത്തി നത്താളിയുമായോരേ അജബേറെ കാണിച്ച ദരജക്കൂടയോരേ കഥ കേൾക്കാൻ ഒരുപാട് കരലേറി വന്നു ഞാൻ യമനിൽ നിന്നദർശ ഭുജമേന്തി വന്നോരേ വിതയോദാനുമത്തി അത്താണിയുമായോരേ അജബേറെ കാണിച്ച ദരജക്കൂടയോരേ കഥ കേൾക്കാൻ ഒരുപാട് കനലേറി വന്നു ഞാൻ ആ സ്നേഹത്തടലിൻ വഴിയിൽ നമ്മൾ നടന്നില്ലേ ഓർമ്മകളിൽ നൊമ്പരമായ ഒരു സ്വർഗ്ഗനിലാവല്ലേ അല്ലാഹ് 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 യാ അല്ലാഹ്. ഈ മലർവനിയില താരകളെ ആദരപ്പൂവാനായകരെ ഓർമ്മയിൽ പൊന്നൊളി ചന്ദ്രികയായി കുതുസമാനൊളി ചെയ്തരേ ചേരൂരിൻ മണ്ണീലം നടരാടിയോരല്ലേ ചേലോടെ ഇസ്ലാമിൻ ഇസ്സത്തായി നിന്നില്ലേ അലിഫിന്റെ പൊരുൾ തേടി അലയും മനതാരിൽ അലിവിന്റെ കുളിരേകാൻ അല്ലാഹയച്ചോരേ ചേറൂരിൻ മണ്ണീലം നടരാടിയോരല്ലേ ചേലോടെ ഇസ്ലാമിൻ ഇസ്സത്തായി നിന്നില്ലേ
അലിഫിന്റെ പൊരുൾ തേടി അലയും എൻ മനതാരിൽ അലിവിന്റെ കുളിരേകാൻ അല്ലാഹുവേ ആ സ്നേഹത്തണലിൻ വഴിയിൽ നമ്മൾ നടന്നില്ലേ ഓർമ്മകളിൽ നൊമ്പരമായൊരു സ്വർഗനിലാവല്ലേ അല്ലാഹ് 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 യാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് إله الأرض روح نبينا وحبيبنا وشفيعنا محمد صلى الله عليه وسلم الفاتحة. الله الصمد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. وإن الحمد لله رب العالمين حمدا يعافينا ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا وعلى شفينا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل بالقدر وتنفرج به الكرب تقلاب الهوائج دنال بالعيب والخواتم وسوسك الأمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اوصل مثل ثواب القرآن لما صلينا ذي واصلة رحمة نازلة بركة شاملة من إلى حضرة نبينا شفينا محمد مصطفى صلى الله عليه وسلم وإلى حضرات رواج من أنبياء المرسلين صلى الله عليه وسلم عليهم أجمعين وإلى حضرات رواج من الخير كلهم أجمعين وإلى حضرات رواج من أولياء كرم كربنا الشارك الأضيداء مآلبي أسرهم صغير وكبير ذكرنتا كلهم أجمعين وإلى حضرات رواج في هذا المخبرة هذا خاصة. اللهم زد فضلنا لا فضلهم وشرفنا لا شرفهم كرامتنا لا كراماتهم وفضلنا من فيضاتهم عمدنا بمددهم. اللهم يسر لنا أمورنا من راحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وإلى حضرات رواي من ماتوا منا يا رب العالمين. اللهم أنس وشتم وآمن روضتم ونفس كربتم ونفر محلتم وارفع درجتهم وكلنا ولهم ولي بنا بما فيه. اللهم اجعل قبورنا قبورهم روضة من رياض الجنة ولا تجعل قبورنا قبورهم أفرة من أفر النيران. اللهم اجمع بيننا بينهم في دار جناتك نعيم. اللهم اجعل ثواب ذلك فداء لنا فداء لهم من النار.
اللهم جل ثواب ذلك فكاك لنا فكاك له من النار اللهم نبر قبورهم بنور القرآن اللهم زين قبورهم بزينة القرآن اللهم ألبسهم في لباس الجنة اللهم أنس وشتم آمن روتم ونفس كربتم ونبر ضريهم وتقبل أسناتهم وتجاوزا سيئاتهم واجمع بيننا وبينهم في دار جناتك نعيم اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وتعليمنا وتجارتنا وأهلنا أموالنا وجميع كسبنا يا ذا الجلال والإكرام اللهم انصرنا على القوم الظالمين اللهم انصرنا على القوم الكافرين اللهم انصرنا على القوم الحاسدين اللهم انصرنا على القوم الساحرين اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم اللهم اجعلنا منهم وخذ من خذل دين سيدنا محمد صلى الله عليه وسلم اللهم لا تجعلنا منهم اللهم سلمنا وسلم لنا من كل آفات الدارين وارزقنا وإياهم سعادات الدارين اللهم جل جمنا هذا جما مرحوما تفرقنا من بعده تفرق معصوما اللهم اهدنا بالكتاب والسنة وامتنا مع الإيمان والتوبة اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين والحقنا بالصالحين اللهم افقنا حج بيتك الحرام زيارة قبر نبينا شفينا محمد مصطفى صلى الله عليه وسلم مع الصحة والعافية والسلامة يا رب العالمين اللهم اسل مرادنا وسعنا بالدعاء يا محسن المرادات اللهم اقض حاجاتنا كلها يا قاضي الحاجات اللهم اشف أمراضنا أمراض والدنا أمراض أولادنا أمراض أزواجنا أمراض مرضانا أمراض أوصانا بالدعاء يا شافي الأمراض ربنا هب لنا من أزواجنا ذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أنزل البركة والسلامة راحة نعمة في هذا المجلس يا رب العالمين اللهم بارك لنا في جميع أمورنا في أمرنا هذا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم الآخرين في سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين سبحان ربك العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دار الهدى إسلامك يونيورسيറ്റി വിദ്യാർത്ഥി الحافظ محمد مفيد. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها
وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനാദരവുകളുള്ള സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, മമ്പുറം ജുമാ മസ്ജിദ് ഖത്തീബ് സയ്യിദ് VP അബ്ദുള്ള കോയ തങ്ങൾ അവർകളെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മൗലദ് അബീല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ 177ാമത് ആണ്ടുനേർച്ചയുടെ അവസാനത്തെ പ്രഭാഷണ ദിവസത്തിലാണ് നാം ഏവരും ഇന്നുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാർ നമ്മോട് സംസാരിച്ചു. അതിനു മുമ്പ് കൊടികയറ്റം, മജ്ലിസുന്നൂർ എന്നീ സദസ്സുകളും വളരെ ഭംഗിയായി നമ്മൾ ഇവിടെ നടത്തി. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ദിക്ർ ദുആ സമ്മേളനവും, മറ്റന്നാൾ പകൽ നാം വളരെ പുണ്യങ്ങളോടുകൂടെ കൊണ്ടാടാറുള്ള അന്നദാനവും നടക്കുകയാണ്. സാന്ദർഭികമായി മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും നാളത്തെയും മറ്റന്നാളത്തെയും പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വളരെ ഭംഗിയായി നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. 4ാമത്തെ പ്രഭാഷണ ദിവസമായ ഇന്ന് നമ്മോട് സംസാരിക്കാനുള്ളത് കേരളത്തിലെ മതപ്രബോധന പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് അവർകളാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ മമ്പുറം തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ സദസ്സുകളിൽ ഒരുപാട് ഇൽമ് നുകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ മൗലദ് അബീല തങ്ങൾ യമനിൽ നിന്നും മലബാറിലെത്തിയത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി തന്നെയായിരുന്നു. ദീനിന്റെ പ്രചരണമെന്നാൽ തീർച്ചയായും ആ ദീനിന്റെ ശർഈയായ ഇൽമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ. ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണ പരിപാടി ഇവിടെ അവസാനിക്കുമ്പോഴും നാം ഏവരും മനസ്സിൽ ആലോചിക്കുന്നത് അല്ലാഹുവിന്റെ ദീൻ ലോകത്തിന്റെ നാനാ മൂലകളിലും നമ്മൾ എത്തിക്കേണ്ടതുണ്ട്, ഇൽമ് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ മൗലദ് അബീല തങ്ങളുടെ ആ സാന്നിധ്യം നാം അതിന് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പണ്ടുകാലങ്ങളിൽ മനുഷ്യർ ഒരു വഅദ് കേൾക്കാൻ രാത്രികാലങ്ങളിൽ ചൂട്ടും കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നുപോയി വഅദ് കേട്ട് പാതിരാ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ
നമുക്ക് പ്രഭാഷണങ്ങളും വാഴുകളും കേൾക്കാനുണ്ട്. മാത്രമല്ല ഓരോരുത്തർക്കും അവരവരുടെ കീശയിൽ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളുടെ ശേഖരങ്ങൾ തന്നെയുണ്ട്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇൽമാണ്. ഈ ഇൽമ് നാം മനസ്സിലാക്കുകയും ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ആരെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണഫലം നമുക്കുമുണ്ടാകുമെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും ഈ ഇൽമിന്റെ വക്താക്കളായിരിക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. പറ്റുമെങ്കിൽ നീ ഒരു മതപണ്ഡിതനാവണം, അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയായി മാറണം. അതുമല്ലെങ്കിൽ ഇത്തരം സദസ്സുകളിൽ വന്നിരുന്ന് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുക, അതവർക്ക് തീർച്ചയായും ഉപകരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ ആ ഉപദേശങ്ങൾ കേട്ട് നമുക്കതുകൊണ്ട് ഉപകാരം കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടെ സദസ്സുകളിൽ വന്നിരിക്കുക, അത് ശ്രവിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുമല്ലെങ്കിൽ നീ അതിനെ ഇഷ്ടപ്പെടുന്നവനെങ്കിലും ആവുക. ഔ മുഹിബ്ബൻ, അതായത് ഈ താടിയും തലപ്പാവും അതേപോലെ പള്ളിയും പള്ളിയിലുള്ള 10 കിതാബും ഇതൊക്കെ ദീനിന്റെ ഇൽമിന്റെ സിംബലുകളാണ്. ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായി നീ മാറണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിന്റെ അവസാനം പറയുന്നു, വലാ തകുൻ ഖാമിസ, ഈ 4ൽ പെടാത്ത 5ാമതൊരാളായി നീ മാറരുത്. അപ്പോൾ ഈ പ്രഭാഷണ ദിവസം അവസാനിക്കുമ്പോൾ എന്നോടും നിങ്ങളോടുമൊക്കെ എനിക്ക് ഉണർത്താനുള്ളതാണ്, നമ്മൾ ഇൽമു പഠിക്കുക, ആ ഇൽമു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക, പരമാവധി മറ്റുള്ളവർക്ക് നമ്മൾ ആ ഇൽമു എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. മഹാനായ അമ്പുറന്തങ്ങളുടെ 177ാമത്തെ ഈ ആണ്ട് ദിവസം നമ്മുടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഈ പരിപാടിയിൽ 2-3 പ്രകാശന കർമ്മങ്ങളുണ്ട്. മഹാനായ തങ്ങളവർകൾ ആ പ്രകാശന കർമ്മങ്ങളെല്ലാം നിർവഹിക്കും. അതിലാദ്യത്തേത് സ്പെഷ്യൽ ബുള്ളറ്റിൻ സാക്ഷി, ആ പത്രത്തിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നിർവഹിക്കും. അത് ഏറ്റുവാങ്ങുന്നത് ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട തജിലക്കടവ് ഇബ്രാഹിം ഹജി അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അൻവർ മുഹീദ്ദീൻ ഹുദവി അവർകൾ നിർവഹിച്ച ദജ്ജാൽ സർവനാശത്തിന്റെ മുന്നറിയിപ്പ് എന്ന പ്രഭാഷണത്തിന്റെ CD ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പ്രകാശനം ചെയ്യും. ഏറ്റുവാങ്ങുന്നത് ചിറയിൽ ഹംസ ഹാജി ഓമച്ചപ്പുഴ എന്നിവരാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പുസ്തകം ദാറുൽ ഹുദ ഫിഖ്ഹ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന യാത്രക്കാരന്റെ കർമ്മശാസ്ത്രം, ആ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പ്രകാശനം ചെയ്യും. ഏറ്റുവാങ്ങുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി, നമ്മുടെ മുമ്പുറം ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഏറനാട് കൺസ്ട്രക്ഷൻ കമ്പനി, ആ കമ്പനിയുടെ പ്രൊജക്ടർ മാനേജർ കൂടിയായ ബഹുമാനപ്പെട്ട എഞ്ചിനീയർ ഹനീഫ് സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട മമ്പറം ഖത്തീബ് VP അബ്ദുള്ള കോയ തങ്ങളവർകൾ, ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ജനറൽ സെക്രട്ടറി ചെമ്മക്കൻ കുഞ്ഞാപ്പു ഹാജി, ഇസ്ഹാഖ് ബഖവി, യൂഷാഫി ഹാജി തുടങ്ങി സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ ദൂരദിക്കുകളിൽ നിന്നും മറ്റുമൊക്കെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും വിദ്യാർത്ഥികളെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന. പ്രത്യേകമായും ഈ ദിവസങ്ങളായി ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പരിപാടികളൊക്കെ കൊണ്ടു നടക്കുന്ന വളണ്ടിയർമാർ, പ്രത്യേകിച്ചും നാട്ടുകാരായ പ്രവർത്തകർ, അവരെ
വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഓൺലൈനായിട്ട് നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, അവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പൂരണം കാണാത്ത സമസ്യകളുടെ ആഴക്കഴങ്ങളിൽ അകപ്പെട്ടു പോകുന്ന പതിനായിരങ്ങളുടെ ജീവിതങ്ങളെ സമാശ്വാസത്തിന്റെ സ്വാന്തന തീരങ്ങളിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന കേരളീയ ജനതയുടെ പരിഹാര കോടതി പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ പൊന്നോമന പൗത്രൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഈ മഹനീയ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സർവാദരങ്ങളോട് പ്രസംഗപീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദുൽ വഹാജി അവരുടെ, ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ, ബഹുമാനപ്പെട്ട ചിമ്മുക്കൻ കുഞ്ഞാബു ഹാജി, ബഹുമാനപ്പെട്ട ഇസാഖ് ബക്കവി, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി, ബഹുമാനപ്പെട്ട ചെറിയ ഹംസ ഹാജി, ബഹുമാനപ്പെട്ട എഞ്ചിനീയർ അനീഫ് സാഹിബ് തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ഉലമാക്കളെ, മുറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് ഇന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമം സ്വാദിഹാമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഖുത്ബുസ്സമാൻ വലദ്ദവീല മമ്പുറം തങ്ങളുടെ 177ാമത് ആണ്ട് നേർച്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനവറുകളുടെ അഖില ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിൽ അല്ലാഹു ഹബീബിന്റെ കൂടെ ഒരുമിച്ചുകൂടാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ മഹാനവറുകളുടെ 177ാമത് ആണ്ട് നേർച്ചയാണ് നാം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിജ്ഞാന സദസ്സിന്റെ 4ാം ദിവസത്തിലാണ്. ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ തന്റെ സാന്നിധ്യം കൊണ്ട്, തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃകയായ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ആ മഹാനവറുകളെ പിൻപറ്റിക്കൊണ്ട്, മഹാനവറുകൾ കാണിച്ചു തന്ന ആ മഹിതമായ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വളരെ ഉത്തമമായ ഉദാത്തമായ മാതൃകയാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹിതമായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകി തന്റെ അടുക്കൽ വരുന്ന എല്ലാ ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുമായുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ അവരെ സമീപിക്കുന്ന മഹാനവരെ സമീപിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അള്ളാഹുമായി ബന്ധപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകി അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മരണശേഷവും ഇത്തരത്തിൽ മഹാന്മാരുടെ ആ കറാമത്തുകൾ നിലനിൽക്കുമെന്നുള്ളതാണ് 177 വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ മഹാനവറുകളുടെ മഖബറയിലേക്ക്
ആളുകളുടെ ഒഴുക്കിലൂടെ നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ആ സാന്നിധ്യം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സമാധാനം ലഭിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ അവിടെ വരുന്ന ആളുകൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അവിടെ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനവറുകളുടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ച, ആദരിച്ച, ബഹുമാനിച്ച വ്യക്തിത്വങ്ങൾ, മഹാന്മാർ, അവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും അല്ലാഹു അതിന്റെ ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആദരിച്ച, ബഹുമാനിച്ച വ്യക്തിത്വങ്ങളെ, മഹാന്മാരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമാണ് മഹാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ചകൾ നാം സംഘടിപ്പിച്ചുകൊണ്ട് മഹാന്റെ അനുസ്മരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ പുതിയ തലമുറയ്ക്ക് മഹാനവറുകളെ കുറിച്ച് പഠിക്കാനും അവരുടെ ആ മഹിതമായ പാതയെ സ്വീകരിച്ചുകൊണ്ട്, പാത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് വലിയ വലിയ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മതത്തിന്റെ പേരിൽ സംഘടനകളും സംഘർഷങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ ഇതേപോലെയുള്ള മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സാന്നിധ്യം, പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവിടെ കലാപങ്ങളോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സംഘടനകളോ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം അവരുടെ മഹിതമായ ആ നേതൃത്വം ഓരോ പ്രദേശങ്ങളിലും വളർന്നു വരുന്ന മതസംഘടനകളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ സാന്നിധ്യമാണ് ഇന്നും നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് നാം മടങ്ങേണ്ടതിന്റെ കാലഘട്ടത്തിൽ ആവശ്യം കൂടിയാണ്. ആത്മീയതയിൽ നിന്ന് അകന്നുകൊണ്ട് ഈ ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്ന് നാം അകലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നാം മതിമറക്കുകയാണ്. തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തന്റെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് ലഭിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറക്കുന്നു. എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്ന തരത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല നമുക്കുണ്ടാവേണ്ടത്. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആത്മീയമായ ചിന്ത, ആ ഭൗതികമായ ചിന്തയിൽ നിന്ന് മാറി ആത്മീയമായ ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാമൊക്കത്തിൽ മരിച്ചു പോവേണ്ടവരാണ്. ആരും തന്നെ ഈ ലോകത്ത് ശാശ്വതമായി നിലനിൽക്കുകയില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം നയിക്കേണ്ടവരാണ്. അത് മരണപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ ജീവിതം വിജയപ്രദമാവണമെന്ന ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അത് അല്ലാഹുവിലേക്കുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ സൂക്ഷ്മതയിലുള്ള ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മുമ്പ് നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹുവിന് വേണ്ടി ജീവിച്ച, അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിച്ചപ്പോൾ ആ മഹാനവറുകൾ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടാൻ, തരണം ചെയ്യാൻ മഹാനവർക്ക് സാധിച്ചു. അതേപോലെയുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു കാണിച്ചു തന്ന, അല്ലാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നിരുത്സാഹപ്പെടുത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബിഈകളും അല്ലാഹുവിന്റെ ഔലിയാക്കളും കാണിച്ചു തന്ന മഹിതമായ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. ആ പാത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് പരാജയം സംഭവിക്കുകയില്ല. ഇന്ന് നാം അതിന് പകരം ആഭാസങ്ങളുടെ പിന്നാലെ പോകുന്നു, അശ്ലീലതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ല നാം മാതൃകയാക്കുന്നത്, പകരം സിനിമാ താരങ്ങളും കായിക താരങ്ങളുമാണ്. അവിടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നു, അവിടെ ജീവിതം മാതൃകയാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ സ്വീകരിക്കാൻ നമുക്ക് മടിയാണ്. പകരം സിനിമാ താരങ്ങൾ കൊണ്ടുവന്നത്, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ താല്പര്യമാണ്. അവരെ പോലെ ജീവിക്കാൻ, അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ നാം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹാന്മാരുടെ പാത സ്വീകരിക്കുന്നതിൽ നിന്ന് നാം അകലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് പ്രയാസമാണെങ്കിലും അത് നീങ്ങിക്കിട്ടാൻ അല്ലാഹുവിലേക്കുള്ള മടക്കം കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്
അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. എല്ലാ മേഖലയിലും ഇന്ന് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തായാലും മറ്റ് മേഖലയിലായാലും ഒക്കെ തന്നെ ഇന്ന് ധാർമ്മികത ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികത നഷ്ടപ്പെടാതെ ധർമ്മബോധത്തോടുകൂടി തന്റെ ജീവിതം, തന്റെ ഏത് പ്രവർത്തനമാണെങ്കിലും അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം എന്ന തരത്തിൽ അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാണെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള കലാപകുലുഷിതമായ അന്തരീക്ഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തെ ഇന്ന് ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. മതത്തെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് എളുപ്പവഴി മതത്തെ എടുത്തിട്ടുകൊണ്ട് മതരംഗത്ത് മറ്റാളുകൾ കടന്നുവന്ന് വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ഇന്ന് ഫാസിസ്റ്റുകൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കലാപങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും മതത്തിന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതെല്ലാവരും സ്വീകരിക്കണമെന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളും അതിന്റെ മന്ത്രിമാരും ഒക്കെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ലജ്ജാകരമായിട്ടുള്ളത്. നമ്മുടെ മതേതര പൈതൃകത്തെ പോലും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം നമ്മുടെ വികാരത്തെ ചൂഷണം ചെയ്യുന്ന പലവിധ പ്രവർത്തനങ്ങളും ഇവിടെ വർഗീയ ഫാസിസ്റ്റുകൾ നടത്തുമ്പോൾ ആത്മസംയമനമാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് മുൻഗാമികൾ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാത. ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതിനെ നേരിടാനല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വികാരത്തിന് അടിമപ്പെടാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരുടെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വർഗീയ ഫാസിസ്റ്റുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വികാരത്തിന് അവർ ആ പ്രകോപനങ്ങൾക്ക് വംശവിധേയമാവാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ധർമ്മബോധത്തോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയമുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർ ഇവിടെ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്തത്, ഇസ്ലാം വളർന്നു പങ്കെടുപ്പിച്ചത് ഏതെങ്കിലും അക്രമ പ്രവർത്തനത്തിലൂടെയോ നിർബന്ധമായ പരിവർത്തനത്തിലൂടെയോ സൈനിക അകമ്പടിയുടെ വിരുദ്ധമൊന്നുമല്ല. മഹാന്മാരുടെ ജീവിത വിശുദ്ധിയാണ് സത്യസന്ധത, നീതി, ന്യായം, സ്നേഹം, സാഹോദര്യം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു എന്നുള്ളതാണ് ഇസ്ലാം വളരെ പന്തരിച്ചതിന്റെ കാരണമായിട്ടുള്ളത്. ഇന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പഠിക്കാൻ തയ്യാറാകുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറാണെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താറുള്ളത്. നമുക്ക് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനുണ്ട്, പ്രവാചക ചര്യയുണ്ട്. പക്ഷേ അത് നാം മനസ്സിലാക്കാനോ ആ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനോ അല്ല നാം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പല വിധത്തിലുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കാൻ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും തയ്യാറാണെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അത് ഇത്തരം വിജ്ഞാന സദസ്സിലൂടെ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ വിശ്വാസികളായി മാറാൻ തയ്യാറാണെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സംഗമം സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരുദ്ധരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയിലേക്ക് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരാളുകളും അവരുടെ മനസ്സുകളിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ ഇരിക്കുന്നത്. പലരും സംഭാവന നൽകി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.
വലിയോറ കുന്നുമ്മൽ പ്രദേശത്ത് 16 വയസ്സുകാരൻ അജ്മൽ എന്ന സഹോദരൻ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അവരുടെ ആ കുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പല ആളുകൾ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾ, ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ഹൃദയ സംബന്ധമായ രോഗികളുണ്ട്, അപസ്മാര രോഗികളുണ്ട്, മാനസിക രോഗികൾ, ശരീരം കുഴഞ്ഞുപോയ രോഗികൾ, ജന്മന അസുഖം ബാധിച്ച ആളുകൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ ആളുകൾ, പ്രഷറും പ്രമേയമുള്ള രോഗികളുണ്ട്, ആശുപത്രി കഴിഞ്ഞ ICUയിൽ കഴിയുന്ന രോഗികളുണ്ട്, കുട്ടികൾക്ക് അസുഖം ബാധിച്ചവരുണ്ട്, അപകടങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അവിടെയൊക്കെ തന്നെ എല്ലാ അസുഖങ്ങളും ഈ മഹത്തായ സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഏവർക്കും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം പാപികളാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹാജർ കസൂട്ടിക്കാൻ സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ ക്ഷമിക്കുന്ന ആളുകളുണ്ട്, വീട് നിർമ്മിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹായ ഇണകളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹ സന്താനങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പ്രസവത്തെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ജോലികളില്ലാതെ സ്വദേശത്തും വിദേശത്തും കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോയവരും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അർഹമായ ജലിപ്പിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സഹോദരങ്ങളും നമ്മുടെ സംരംഭവുമായി സഹായിക്കുകയും സഹകരിക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവിടെയൊക്കെ തന്നെ ഉദ്ദേശലക്ഷ്യങ്ങൾ അല്ലാഹുവിനെ അറിയാം, അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. മതപരമായും ഭൗതികപരമായും വിജ്ഞാനം കരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. ഉന്നതമായ വിജയം അല്ലാഹുവിற்கு പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷകളൊക്കെ തന്നെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അതിന്റെ കീഴിലായ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലും അകത്തും പുറത്തുമായി ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ആ സ്ഥാപനത്തെയൊക്കെ തന്നെ പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ആ സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവിടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അറിഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അല്ലാഹു വിജയിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ സംഘാടകർ, പ്രവർത്തകന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ സഹോദരങ്ങളും സഹോദരിമാരും ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ വർഷം തന്നെ ഹജ്ജും ഉംറയൊക്കെ തന്നെ ചെയ്യാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വരും കാലങ്ങളിൽ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ തന്നെ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഹജ്ജും ഉംറയൊക്കെ തന്നെ ചെയ്യാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആ 16 വയസ്സുകാരന്റെ ജനാസ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അതിന് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള അപകടങ്ങളിൽ തൊട്ട് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയൊക്കെ അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി സ്വാലിഹായമാരായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ പ്രകാശന കർമ്മങ്ങളാണ് അരങ്ങേറുന്നു. ദാറുൽ ഹുദ സ്റ്റുഡൻസ് യൂണിയൻ DSU പുറത്തിറക്കുന്ന
നമ്പൂരൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ സാക്ഷര പ്രകാശന കർമ്മം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ദാറുൽ ഹുദ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ ഇബ്രാഹിം ഹാജി തയ്യിലക്കടവ്. ഇരുവരെയും ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. DSU അസാസ് സംയുക്തമായി പുറത്തിറക്കുന്ന ഉസ്താദ് അൻവർ മുഹീദ്ദീൻ ഹദവിയുടെ ഇന്നലത്തെ പ്രഭാഷണ VCയുടെ പ്രകാശന കർമ്മം മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്വറയിൽ ഹംസ ഹാജി ഓമച്ചുകൾക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഖ് ആൻഡ് ഉസൂൽ ഫിഖ് പുറത്തിറക്കുന്ന യാത്രക്കാരന്റെ കർമ്മശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച 2ാം പതിപ്പ് പ്രകാശന കർമ്മം സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഏറനാട് കൺസ്ട്രക്ഷൻ